MBA എന്നൊരു വാക്ക് കേൾക്കാത്ത നിങ്ങളിൽ ആരും ഉണ്ടാവില്ല. പക്ഷേ ഈ പ്രോഗ്രാമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പലർക്കും കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയുന്നുണ്ടാവില്ല. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട എക്സാംസിനെ പറ്റിയിട്ടും ഈ ഒരു എക്സാംസിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നും ഏതൊക്കെ കോളേജസ് നമ്മൾ ടാർഗറ്റ് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഏതൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്നും ഇങ്ങനെ കുറേ ഡൗട്ട്സ് നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടായേക്കാം. ഈ ഒരു ഡൗട്ട്സ് ഒക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിയിരിക്കണം. ഈ ഒരു വീഡിയോയിലൂടെ എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരാം. വീഡിയോ ഇത്തിരി ലെങ്തി ആണ്, പക്ഷേ നിങ്ങളൊരു MBA ആസ്പിറൻ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു പാരൻ്റ് ആയിക്കോട്ടെ, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനായിക്കോട്ടെ, ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാം. സ്ഥിരം പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾക്കിനി വീഡിയോ എടുക്കും. നമസ്കാരം, എൻ്റെ പേര് ഹേമന്ത്. ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു ഡ്രേക്കോ വിൻഷിത് അൽമനാക്. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ടൈം തൊട്ടേ ഞാൻ ചെയ്യാമെന്ന് ഉദ്ദേശിച്ച ഒരു വീഡിയോ വരുന്നത്, ഞാൻ ബേസിക്കലി ഒരു MBA ആസ്പിറൻ്റ് ആണ്. അപ്പോൾ എൻ്റെ പോലെയുള്ള കുറേ കുട്ടികളെ സഹായിക്കണമെന്ന്, അവർക്ക് MBA പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയവും സാഹചര്യം ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ മെയ് അവസാനമൊക്കെ ആയില്ലേ, അപ്പോൾ ഇക്കൊല്ലം ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഇനി എന്ത് ചെയ്യണം, ഇപ്പോൾ MBA ഒക്കെ പാഷൻ ആയിട്ടുള്ള കുട്ടികളൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന രീതിയിലാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയുള്ള കട്ട MBA ആസ്പിറൻസ് ഉണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഞാൻ മാക്സിമം എല്ലാ ഡീറ്റെയിൽസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇതിനൊരു എതിരഭിപ്രായം ഉണ്ടായേക്കാം. നല്ലതായിക്കോട്ടെ, ചീത്ത ആയിക്കോട്ടെ, ഇമ്പ്രൂവ്മെന്റ്സ് ആയിക്കോട്ടെ, എല്ലാതും ആക്സെപ്റ്റബിൾ ആണ്. അപ്പോൾ എല്ലാം നിങ്ങൾ കമന്റ് ബോക്സിൽ മാക്സിമം രേഖപ്പെടുത്താം. അപ്പോൾ അധികം ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. MBA എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ആദ്യം മനസ്സിൽ ഓടി വരാം CAT ആണ്. ആ CAT അല്ല, CAT, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്. ഈ ഒരു എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിലത്തെ 4th ടഫസ്റ്റ് എക്സാമാണ് CAT. UPSC, JEE മെയിൻ, അതുപോലെ തന്നെ ഗേറ്റിന് ശേഷം ഇന്ത്യയിലത്തെ 4th ടഫസ്റ്റ് എക്സാം ആയിട്ട് ഞാൻ CAT-നെ കാറ്റഗറൈസ് ചെയ്യും. അപ്പോൾ CAT ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എളുപ്പമാണ്, ഡിഫിക്കൽട്ടാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ടാണ്. നിങ്ങൾ അത്യാവശ്യം ഹാർഡ് വർക്കും എഫേർട്സ് ഇടുകയാണെങ്കിൽ എന്ത് വന്നാലും ഈ ഒരു എക്സാം നിങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് 2024 MBA ചെയ്യാൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. പക്ഷേ നിങ്ങളൊരു CS MBA ആസ്പിറൻ്റ് ആണെങ്കിൽ ഞാൻ നിങ്ങൾ പ്രിഫർ ചെയ്യാൻ പറയാം, ഒരു ടോപ്പ് 50 അല്ലെങ്കിൽ ടോപ്പ് 75 B സ്കൂൾസ് എയിം ചെയ്ത് ഓഫ്ലൈനായി റെഗുലറായി പഠിക്കാനായിരിക്കും. അപ്പോൾ ഈ ഒരു ഓഫ്ലൈനായി റെഗുലറായി പഠിക്കാനും ഈ ഒരു 75 B സ്കൂൾസ് ഒക്കെ എയിം ചെയ്യാനും കുറച്ചൊരു കഷ്ടപ്പാടുള്ള പരിപാടിയാണ്. നിങ്ങൾ അത്യാവശ്യം എഫേർട്ടും ഹാർഡ് വർക്കും എക്സാം പ്രിപ്പറേഷൻസും എല്ലാതും ചെയ്യണം. അതുപോലെ തന്നെ കുറച്ചൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയും കൂടിയാണ് ഇത്. ഒരു 15, 20, 25 lakhs ഇതിനു വേണ്ടി നമ്മൾ ചിലവാക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമുക്കത് ജോലി ചെയ്ത് തിരിച്ചെടുക്കാമല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പഠിക്കാൻ പറ്റില്ല, അവിടെ പോയി പഠിക്കാൻ പറ്റില്ല, കുട്ടികളുണ്ട്, ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ജോലി ഉണ്ട്, അങ്ങനത്തെ ഒരു സാഹചര്യം ആണെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഓൺലൈനായിട്ട് MBA പ്രൊവൈഡ് ചെയ്യണം കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അവിടെ നിന്നും നിങ്ങൾക്ക് MBA വേണമെങ്കിൽ എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾ 12th കഴിഞ്ഞിട്ടുള്ളൂ, MBA ആണ് നിങ്ങളുടെ ഒരു എംബിഷൻ എങ്കിൽ നിങ്ങൾക്ക് IPMAT എന്നൊരു പരീക്ഷ എഴുതിയതിന് ശേഷം IIM റോത്തക്കോ, IIM ഇൻഡോറോ ഇതുപോലുള്ള IIMസിലോ കയറിയിട്ട് ഇൻറ്റഗ്രേറ്റഡ് MBA ചെയ്യാൻ സാധിക്കും. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കും അതുപോലെ വലിയ വലിയ MNCസിൽ വർക്ക് ചെയ്യണ വർക്കിംഗ് പ്രൊഫഷണൽസിനൊക്കെ എക്സിക്യൂട്ടീവ് MBA എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമും അവൈലബിൾ ആണ്. അതുപോലെ ഇന്ന് നമ്മൾക്ക് ഇന്ത്യയിൽ പ്രൈവറ്റ് ആയിട്ടും MBA ചെയ്യാവുന്നതാണ്. ഇതൊന്നും അല്ലാതെ നമ്മൾക്കിപ്പോൾ CAT-ഉം അതുപോലെ CAT-ന് ശേഷം കോളേജിൽ കയറിയതിന് ശേഷമുള്ള സ്ട്രെസ്ഫുൾ എൻവയോൺമെൻ്റ് ഒന്നും സഹിക്കാൻ പറ്റില്ല. അതുപോലെ അത്രത്തോളം ഒരു എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ കയ്യിലില്ല. അതിൽ നമുക്കൊരു സാധാരണ ലൈഫ് മതി. ഒരു 5 LPA, 5 lakhs per annum, 6 lakhs per annum ഒക്കെ മതി സാലറി ആയിട്ട്. ഒരു സാധാരണ ലൈഫ് മുന്നോട്ട് പോയാൽ മതി. അവിടെ നമുക്ക് പിടിച്ച് കയറാനുള്ളൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്കെങ്കിൽ അതിന് പറ്റിയിട്ടുള്ള എക്സാംസും കോളേജസും ഇന്ന് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾക്ക് ഏത് ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യണമെന്നോ അതുപോലെ ഏത് എൻവയോൺമെൻറ്റ് വേണമെന്നോ ചൂസ് ചെയ്ത് നല്ലൊരു ഡിസിഷൻ എടുക്കുക. അതിനനുസരിച്ച് മൂവ് ഓൺ ചെയ്യാം. അടുത്തെല്ലാവരും ഒരു കോമൺ ഡൗട്ടാണ്, MBA ചെയ്യണോ PGDM ചെയ്യണോ എന്ന്. ഒരു ആംഗിൾ നോക്കുകയാണെങ്കിൽ രണ്ടും ഒന്ന് തന്നെയാണ്. ഇതങ്ങനെ ഡിഫറൻഷിയേറ്റ് എന്ന് ചോദിക്കുകയാണെങ്കിൽ MBA ഒരു തിയറിറ്റിക്കൽ ലെവലിലുള്ള ഒരു പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ PGDM എന്ന് പറയുമ്പോൾ ഒരു പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇത് ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ AICTC അതുപോലെ UGC റെക്കഗ്നേഷൻ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി.
ഈ ഒരു AICTC അല്ലെങ്കിൽ UGC റെക്കഗ്നീഷനുള്ള ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ MBA അല്ലെങ്കിൽ PGDM എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലോകത്തിന്റെ എവിടെ വേണമെങ്കിലും ഈ ഒരു ഡിഗ്രി വെച്ചിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തായിട്ട് എല്ലാവരും ചോദിക്കുക, PGDM എന്നുള്ള ഒരു ഡിപ്ലോമ അല്ലേ അടുത്തിട്ട് വല്ല കാര്യം ഉണ്ടോ? പക്ഷേ 2017 വരെ IIMS വരെ PGDM അതുപോലെ PGP പ്രോഗ്രാംസ് മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് IIMS വരെ MBA എന്നുള്ളൊരു പ്രോഗ്രാം കൊണ്ടുവന്നത്. ഇന്ന് നമ്മുടെ നാട്ടിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് MBA പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നമ്മൾ ഏത് ചൂസ് ചെയ്തെടുക്കണമെന്ന് നമ്മുടെ കയ്യിലാണ്. അപ്പോൾ MBA എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഓർമ്മ വരാം ഫിനാൻസ് മാർക്കറ്റിംഗ് ആണ്, HR കൂടി. അപ്പോൾ ഫിനാൻസ് ഒക്കെ എടുത്തതിന് ശേഷം ലൈഫ് സെറ്റാണ്, നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്യുമെന്നാണ് എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ മിക്ക കോളേജസിനെയും ഫ്ലാഗ്ഷിപ്പ് അതുപോലെ കോർ പ്രോഗ്രാംസ് ഫിനാൻസ് മാർക്കറ്റിംഗ് തന്നെയാണ്. ഇതല്ലാണ്ട് ഇന്ന് കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോഴ്സും മീൻസ് പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. അപ്പം അതിനെപ്പറ്റി പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ ബിസിനസ് MBA ഇൻ്റർനാഷണൽ ബിസിനസ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SPGൻ്റെ ഒരു പുതിയ ക്യാമ്പസ് ഉണ്ട്. അതുപോലെ തന്നെ സിംബയോസിസിൻ്റെ SIIB എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഇവരൊക്കെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൽ ഒരു MBA നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻ മാനേജ്മെൻറ്റ്, എഞ്ചിനീയേഴ്സ് ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത്, ഓപ്പറേഷൻസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. അടുത്തത് ബിസിനസ് അനാലിറ്റിക്സ്. ഇപ്പോൾ അത്യാവശ്യം കത്ത് നിൽക്കുന്ന ഒരു കോഴ്സാണ് ഈ ബിസിനസ് അനാലിറ്റിക്സ് എന്നുള്ളത്. ഇന്ത്യക്ക് പുറത്ത് കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ബിസിനസ് അനാലിറ്റിക്സിൽ ഒരു MBA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ എൻ്റെ അറിവിൽ IIM കാശിപൂർ അതുപോലെ തന്നെ NMIMS അതുപോലെ തന്നെ ജിങ്കോ ഒക്കെയാണ് ബിസിനസ് അനാലിറ്റിക്സിൽ ഒരു MBA പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ കത്ത് നിൽക്കുന്ന ഒരു കോഴ്സാണ്, ടു ദ ഫ്യൂച്ചർ ആണ്. അതിലിപ്പം കുറച്ച് ടെക്നിക്കൽ നോളജും ചില കോളേജസൊക്കെ കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ഈ കോഴ്സിന് വേണ്ടിയിട്ടുള്ള. പക്ഷേ ഇറ്റ് ഈസ് ടു ദ ഫ്യൂച്ചർ. അടുത്തത് നമ്മുടെ സ്വന്തം മിൽമയുടെ ഓണറായ കുര്യൻ സാർ സ്റ്റാർട്ട് ചെയ്ത ഇർമ പോലെ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നുള്ള റൂറൽ മാനേജ്മെൻറ്റിലുള്ള ഒരു MBA. നമ്മൾക്ക് സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം, അതുപോലെ തന്നെ MBA ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് റൂറൽ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു MBA ചൂസ് ചെയ്യാം. അടുത്ത ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ്. ഡോക്ടേഴ്സൊക്കെ ബേസിക്കലി പ്രിഫർ ചെയ്യുന്ന ഒരു MBA ആണ് ഹെൽത്ത് കെയർ മാനേജ്മെൻറ്റ് എന്നുള്ളത്. അതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി മാനേജ്മെൻറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഓൺട്രപ്രണർഷിപ്പ്, XLRI അതുപോലെ തന്നെ SPGനൊക്കെ പ്രൊവൈഡ് ചെയ്യണം ഓൺട്രപ്രണർഷിപ്പിൽ ഒരു MBA ഉണ്ട്. അപ്പോൾ ഇത് ബേസിക്കലി മിക്ക ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് അല്ല, നമുക്ക് പ്ലേസ്മെൻറ്റ്സ് ഉണ്ടാവില്ല. പക്ഷേ XLRIയിലൊക്കെ പ്ലേസ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഓൺട്രപ്രണർഷിപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യാനാണല്ലോ, അല്ലെങ്കിൽ ഒരു ഓൺ ഗോയിങ് ബിസിനസ് ഓൺ ചെയ്യാനാണല്ലോ നമ്മുടെ പ്ലാൻ. അപ്പോൾ അതിന് പ്ലേസ്മെൻറ്റ് വേണ്ടതാണ് അവരുടെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ, ഇപ്പോൾ കേരളത്തിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മറൈൻ MBA, അതുപോലെ തന്നെ ഏവിയേഷൻ എന്നിങ്ങനെ കുറേ MBAs ഇന്ന് നമ്മൾക്ക് അവൈലബിൾ ആണ്. ഇതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ കയ്യിലാണ്. നല്ലൊരു MBA ചൂസ് ചെയ്യുക, നല്ല പ്രോഗ്രാം ചൂസ് ചെയ്യുക, നല്ല രീതിക്ക് പഠിക്കുക. അടുത്തൊരു ചോദ്യമാണ്, നമുക്ക് ഇന്ത്യയിൽ MBA ചെയ്യാനുള്ള എലിജിബിലിറ്റി എന്താണ്? എ ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 50% ഓഫ് മാർക്ക്. ഏതെങ്കിലും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി 50% മാർക്കിൽ അത് മതി നമ്മൾക്ക് MBA ചെയ്യാൻ. ആ ഡിഗ്രി എന്ന് പറയുമ്പോൾ BA ആവാം, BSc ആവാം, BCom ആവാം, എഞ്ചിനീയറിംഗ് ആവാം, ലോ ആവാം, MBBS ആവാം. ഏത് ഡിഗ്രി ആയാലും ജസ്റ്റ് ഒരു 50% മാർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ MBA ചെയ്യാം. അപ്പോൾ പിന്നെ 50% മാർക്കില്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ MBA ചെയ്യാൻ സാധിക്കില്ലേ എന്നൊരു ചോദ്യം നമുക്ക് പലർക്കും ഉണ്ടായേക്കാം. നമ്മളിത് ഗൂഗിളിൽ അടിച്ച് നോക്കുകയാണെങ്കിൽ പറ്റില്ല എന്നൊരു ഉത്തരമാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ഇയർ ഓഫ് ഡിഗ്രി ഒക്കെ ആണെങ്കിൽ മേ ബി ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് 50% എത്തിക്കാൻ നോക്കാം. അല്ല ഇനി പറ്റില്ല, നിങ്ങൾക്ക് MBA എടുത്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾ UGC അതുപോലെ AICTC അപ്രൂവൽ ഇല്ലാത്ത യൂണിവേഴ്സിറ്റികളിൽ നിന്ന് നമുക്ക് PGDM എടുക്കാന്നുള്ളൊരു ഓപ്ഷൻ ഞാൻ കേട്ടു. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല, ബട്ട് ഞാൻ എൻ്റെ രീതിയിലുള്ള കുറച്ച് ഇൻവെസ്റ്റിഗേഷനിൽ കണ്ടുപിടിച്ചൊരു സംഭവമാണിത്. അപ്പോൾ അതൊന്ന് നോക്കാം. ഇപ്പോൾ MBA കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. MBA ഇല്ലെങ്കിലും ഇപ്പോൾ കറന്റ് സെനറിയോയിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. മേ ബി ഒരു ബിസിനസ് വരെ തുടങ്ങിയാൽ മതി. ഇപ്പോൾ ബിസിനസ് തുടങ്ങിയതിന് ശേഷം ഒരു IIM ഗ്രാജുവേഷനെ പിടിച്ച് ജോലിക്ക് നിർത്തിയാൽ മതി, അല്ലെങ്കിൽ MBA കാരനോട് ജോലിക്ക് നിർത്താം. അപ്പോൾ ആ ഒരു വിഷമം തീർന്നു കിട്ടും. അപ്പോൾ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആരും MBA കിട്ടില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 50% എന്നവർ പറയുന്നുണ്ടെങ്കിലും ചില യൂണിവേഴ്സിറ്റീസൊക്കെ 60% ഡിമാൻഡ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരു ഐഡിയൽ കാൻഡിഡേറ്റിൻ്റെ മാർക്സ് എന്ന് പറയുമ്പോൾ 19 10th 19 12th അതുപോലെ 18 ഗ്രാജുവേഷൻ ആണ്. ഈ മാർക്സ് കിട്ടിയില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. കാറ്റിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ട് IIMSൽ ഇതൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, അതുപോലെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളുണ്ട്. അടുത്തതാണ് നമ്മൾ കാത്തിരുന്നൊരു സെഷൻ, എക്സാംസ്. ഏതൊക്കെ എക്സാംസ് എഴുതിയാലാണ് നമുക്ക് ഇന്ത്യയിൽ MBA ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ കുറേ ടൈപ്പ് ഓഫ് MBA എക്സാംസ് ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ CAT, കോമൺ അഡ്മിഷൻ ടെസ്റ്റ്.
നമ്മളിപ്പോൾ IIM അല്ലെങ്കിൽ IITs ആണ് എയിം ചെയ്യണമെങ്കിൽ നമ്മൾ CAT എന്നൊരു എക്സാമാണ് ചെയ്യുന്നുണ്ട്. അതുപോലെ CATൻ്റെ ഇടയിൽ ഒരു 1200ഓളം ബി സ്കൂൾസ് ഉണ്ട്. CAT പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിയുടെ ആഗ്രഹമാണ് IIMസിൽ പഠിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ കറൻ്റ്ലി 21 IIMs ആണുള്ളത്. അപ്പോൾ ഈ IIMസിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: ഓൾഡ്, ന്യൂ ആൻഡ് ബേബി. അപ്പോൾ ഈ ഓൾഡ് IIMസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് വരുന്നത് IIM അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കൽക്കട്ട, ലക്നൗ, കോഴിക്കോട്, ഇൻഡോർ, പിന്നെ മുംബൈ. അപ്പോൾ ഈ IIMസിനെ ജസ്റ്റ് ഒരു ആവറേജ് സാലറി പറയുകയാണെങ്കിൽ IIM അഹമ്മദാബാദിൻ്റെ ആവറേജ് സാലറി വരുന്നത് 32.8 lakhs per annum, ബാംഗ്ലൂർ 35.3, കൽക്കട്ട 35, ലക്നൗ 32, കോഴിക്കോട് 31, ഇൻഡോർ 30, അതുപോലെ മുംബൈ 25.4. അപ്പോൾ ആവറേജ് പാക്കേജ് ഓൾമോസ്റ്റ് ഒരു 30 lakhs per annum വരെയാണെങ്കിൽ നമ്മുടെ ലെവൽ എത്രത്തോളം മാറും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പഠിക്കാനായാലും ഓൾമോസ്റ്റ് ഒരു 26-27 lakhs ഫീസും വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ പഠിച്ചിറങ്ങുകയാണെങ്കിൽ ഒരു ടോപ്പ് 50 ബി സ്കൂൾസ് ആണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് മിക്ക കോളേജിലൊന്നും കൊലാറ്ററൽ വെക്കേണ്ട ആവശ്യമില്ല. കൊലാറ്ററൽ ഇല്ലാണ്ട് തന്നെ നമുക്ക് ലോൺസ് ഒക്കെ ബാങ്ക്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അടുത്ത കാറ്റഗറിയാണ് ന്യൂ IIMs. ഇപ്പോൾ ന്യൂ IIMസിൻ്റെ അടിയിൽ വരുന്നത് IIM ഷില്ലോങ് ആൻഡ് ആവറേജ് പാക്കേജ് 27 lakhs, IIM റോത്തക് 18 lakhs, IIM റാഞ്ചി 17 lakhs, IIM റായ്പൂർ 21 lakhs, IIM ട്രിച്ചി 20 lakhs, IIM കാശിപൂർ 18 lakhs, അതുപോലെ IIM ഉദയ്പൂർ 20 lakhs. ഇതൊക്കെയാണ് ന്യൂ IIMസിൻ്റെ അടിയിൽ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആവറേജ് ഓൾമോസ്റ്റ് ഒരു 20 lakhsോളം വരുന്നുണ്ട്. അതുപോലെ ബേബി IIMs പറഞ്ഞൊരു ഫൈനൽ കാറ്റഗറിയും കൂടി ഉണ്ട്. അപ്പോൾ അടുത്ത് വന്ന IIMs ഒക്കെ. അപ്പോൾ IIMസിൽ വരുന്നത് IIM നാഗ്പൂർ 16.7 lakhs, IIM വിഷ്താഗ് 16.6 lakhs, IIM ബോധ്ഗയ 12 lakhs, IIM അമൃത്സർ 16.5 lakhs, IIM സിർമോർ 14.45 lakhs, IIM സംബൽപൂർ 16.64 lakhs, IIM ജമ്മു 16.5 lakhs. അപ്പോൾ ബേബി IIMs എന്ന് പറയുകയാണെങ്കിലും ഓൾമോസ്റ്റ് ഒരു 16 lakhs per annum ഒക്കെ നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു IIMs എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെവൽ എത്രത്തോളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്, IIMs അല്ലാണ്ട് വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒന്നും ഇല്ലേ എന്ന്. അപ്പോൾ IIMs അല്ല, IIMസിനേക്കാളും നല്ലതായിട്ടുള്ള വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെങ്കിൽ IIMസിൻ്റെ ഒപ്പം നിൽക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ FMS ഡൽഹി. FMS ഡൽഹിയുടെ ആവറേജ് പാക്കേജ് വരുന്നത് 34.12 lakhs ആണ്. അപ്പോൾ അവിടെ ഫീസ് വരുന്നത് വെറും 2 ലക്ഷം രൂപയാണ്. അപ്പോൾ 2 ലക്ഷം രൂപ കൊടുത്തിട്ട് 34 ലക്ഷം തിരിച്ച് മേടിക്കുക എന്ന് പറഞ്ഞാൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലായില്ലേ. അതുപോലെ XLRI ജംഷഡ്പൂർ, XLRI ഡൽഹി, SPGN, സിംബയോസിസ്, JBIMS, IIFT, MDI, NMIMS, TIS ഇങ്ങനെ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എക്സാംസും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ നമുക്ക് IIM കിട്ടിയില്ല, IIT കിട്ടിയില്ല എന്ന് വിചാരിച്ചാൽ സങ്കടപ്പെടേണ്ട, വേറെയും കുറേ അധികം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്കുണ്ട്. അടുത്താണ് CATൻ്റെ പേപ്പർ പാറ്റേൺ. CATൽ 3 സെക്ഷൻസ് ആണുള്ളത്: VRC, DLR, ക്വാണ്ട്. VRCനെ പറ്റി പറയുകയാണെങ്കിൽ വെർബൽ എബിലിറ്റി ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇതിൽ 24 ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പോൾ ഈ 24 ക്വസ്റ്റ്യൻസിൽ ഒരു 16 ക്വസ്റ്റ്യൻസോളം ആർസിയാണ്, റീഡിംഗ് കോംപ്രിഹെൻഷൻ. ആർസിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പണ്ട് 10ലോ 12ലോ വായിച്ച് എഴുതിയ ഒരു RC അല്ല, കുറച്ചുകൂടി അഡ്വാൻസ് ലെവലായിട്ടുള്ള ഒരു RC ആണ്. അപ്പോൾ അത്യാവശ്യം വായനാശീലമൊക്കെ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾസ് ഒക്കെ വായിച്ചിട്ടും പിന്നെ ഫിക്ഷൻ ഒഴിച്ച് ബാക്കിയുള്ള ബുക്സ് ഒക്കെ വായിച്ചിട്ട് നമുക്ക് RC ഡെവലപ്പ് ചെയ്തെടുക്കാം. പിന്നെ വെർബൽ എബിലിറ്റിയിൽ ഗ്രാമർ ഒന്നല്ല ഉള്ളത്, ഓഡ് ഓൺ ഔട്ട്, അതുപോലെ ജംബിൾ സെന്റൻസസ്, ഓതേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, സമ്മറി, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അത്യാവശ്യം പ്രാക്ടീസ് ചെയ്തെടുക്കാൻ പറ്റുന്നുള്ളൂ. അടുത്തത് DALR, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ലോജിക്കൽ റീസണിംഗ്. ഇതിൽ ഓൾമോസ്റ്റ് ഒരു 4 സെറ്റ്സ് ഉണ്ടാവും, 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ 4 സെറ്റുകളിൽ ഒരു സെറ്റ് മിക്കവാറും DA ആയിരിക്കും, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ്റെ ഒരു സെറ്റ് ആയിരിക്കും. ബാക്കി 3 സെറ്റ്സ് ഒന്നുമില്ലെങ്കിൽ LR ആയിരിക്കും, അല്ലെങ്കിൽ DI LR കമ്പൈൻഡ് ആയിട്ടുള്ള സെറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഇക്കൊല്ലം IIM കൽക്കട്ട ആയിരിക്കും പേപ്പർ ഉണ്ടാവുക, CATൻ്റെ പേപ്പർ. അപ്പോൾ ഓരോ കൊല്ലം തോറും DALR പുതിയ പുതിയ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഒരിക്കലും ക്വസ്റ്റ്യൻസ് ഒന്നും റിപ്പീറ്റ് ആവാറില്ല, എന്തെങ്കിലും ഒരു പുതിയ കാര്യം എല്ലാവരും ഉണ്ടാവാറുണ്ട്. അപ്പോൾ DALRന് സോൾവ് ചെയ്യാൻ ഒരു പ്രത്യേക നാക്ക് നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് സിമ്പിളായി സോൾവ് ചെയ്ത് പോകാം. അപ്പോൾ ഒരു സെറ്റ് സോൾവ് ചെയ്താൽ തന്നെ നമ്മളൊരു 80-85% എത്തും. പിന്നെ സംഭവം കൂടുതലേ. അടുത്തത് ക്വാണ്ട് എന്ന് വെച്ചാൽ മാത്സ് തന്നെ. അപ്പോൾ മാത്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 22 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 22 ക്വസ്റ്റ്യൻസിൽ അത്യാവശ്യം ബേസിക്സ് ഒക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. ഈ 3-4 ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്താൽ തന്നെ 80% അല്ലേ. അപ്പോൾ അത്രത്തോളം എളുപ്പം എന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ് ലെവലൊക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 90-95 ഒക്കെ സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നമ്മളൊരു ജനറൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നമ്മൾക്കൊരു 92% CATലുണ്ട്. അതുപോലെ തന്നെ 80 അല്ലെങ്കിൽ 85 ഓരോ സെക്ഷനിലുണ്ടെങ്കിൽ നമുക്ക് IIM കോഴ്സ് വരും, CAP കോഴ്സ് വരും. അപ്പോൾ OBC അതുപോലെ SC/STക്ക് അതിന് താഴെയുള്ള ഒരു പെർസെൻറ്റേജ് മതി. OBCക്കാർക്ക് ഒരു 86-87%, 85% ഒക്കെ ഉണ്ടെങ്കിൽ IIM കോഴ്സ് വരും. അപ്പോൾ അത്ര എളുപ്പം പറയുമ്പോൾ നല്ല എളുപ്പമാണ്, എന്നാലും കുറച്ച് ഹാർഡ് വർക്ക് എഫേർട്സ് ഒക്കെ ഇടാണെങ്കിൽ നമുക്ക് ഇത് അച്ചീവ് ചെയ്യാൻ സാധിക്കും. CATൽ ടോട്ടൽ നമുക്ക് 2 മണിക്കൂർ ടൈമാണുള്ളത്. ഓരോ സെക്ഷനും 40 മിനിറ്റ് വെച്ചിട്ട്.
അപ്പോൾ 40 മിനിറ്റ് കഴിയുന്നതോടുകൂടി ഓരോ സെക്ഷനും മാറി മാറി വരും. അപ്പോൾ ഇതിൽ ഓരോ കറക്റ്റ് ആൻസേഴ്സിന് +3 മാർക്സും റോങ് ആൻസേഴ്സിന് -1 മാർക്സാണുള്ളത്. അൺഅറ്റൻഡഡ് ക്വസ്റ്റ്യൻസിന് മാർക്സ് ഒന്നും പോവില്ല. അപ്പോൾ ഇപ്പോൾ ക്യാറ്റ് സെറ്റായില്ല, ക്യാറ്റ് വർക്കൗട്ട് ആയില്ല. ആ 2 മണിക്കൂർ എനിക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റില്ല. മോക്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് 2 മണിക്കൂർ കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു അവസ്ഥയിലാണെങ്കിൽ ക്യാറ്റ് കഴിഞ്ഞ വർഷം തന്നെ 2 എക്സാംസ് ഡിസംബറിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ 2 എക്സാംസ് ഒന്ന് NMIMSന്റെ NMAT-ഉം മറ്റൊന്ന് സിംബയോസിൻ്റെ സ്നാപ്പുമാണ്. അപ്പോൾ നമുക്കിനി ആ എക്സാംസ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ NMAT-നെ പറ്റി പറയുകയാണെങ്കിൽ NMAT രജിസ്ട്രേഷൻ വരുന്നത് ഓഗസ്റ്റ് ഒക്ടോബർ ആണ്. അപ്പോൾ ഈ വർഷം ഡിസംബർ വരെയൊക്കെ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ഒരു അറ്റംപ്റ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ തന്നെ എക്സാം വരുന്നത് ഒക്ടോബർ ടു ഡിസംബർ ആണ്. ഇത് റിസൾട്ട്സ് എക്സാമിൻ്റെ അപ്പം നമ്മൾക്ക് മുന്നിൽ കാണാം. അപ്പോൾ ഈ ഒരു NMAT എന്ന് പറഞ്ഞ എക്സാമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം കഴിവുണ്ട് അത്രത്തോളം മാർക്കാണ് നമുക്ക് കിട്ടുക. കാരണം ഇതിൽ ആദ്യം ഒരു ഈസി ക്വസ്റ്റ്യൻ വരും. ഈ ഈസി ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുകയാണെങ്കിൽ നമുക്കൊരു മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ വരും. ഈ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കുകയാണെങ്കിൽ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ വരും. ഡിഫിക്കൽട്ട് ശരിയാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അങ്ങനെ ഡിഫിക്കൽട്ടി ലെവൽ മാറിയിരിക്കും. അപ്പോൾ അതിനിടയിൽ നമ്മളൊരു മീഡിയം ക്വസ്റ്റ്യൻ തെറ്റിക്കുകയാണെങ്കിൽ ബാക്ക് ടു ഈസി ക്വസ്റ്റ്യൻ. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനും മാർക്സിൻ്റെ വെയിറ്റേജ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് ടോട്ടൽ മാർക്സിൽ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം കഴിവുണ്ട് അതിനനുസരിച്ചുള്ള മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ഓരോ സെക്ഷനിലും 3 സെഷൻ തന്നെയാണ് ഇതിനുള്ളത്: ലാംഗ്വേജ്, ക്വാണ്ട്, ലോജിക്. അപ്പോൾ നമുക്ക് എക്സാമിന് മുമ്പ് തന്നെ ഏത് സെഷൻ നമുക്ക് ചൂസ് ചെയ്യണം, ഏത് സെഷൻ നമ്മൾ ആദ്യം അറ്റംപ്റ്റ് ചെയ്യണം നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 36 ക്വസ്റ്റ്യനാണ് ഓരോ സെഷനുള്ളത്. ടോട്ടൽ ടൈം ലിമിറ്റ് 120 മിനിറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമ്മളൊരു 235+ സ്കോർ ചെയ്ത് തന്നെ NMIMS മുംബൈ നമുക്ക് കോൾ വരും. NMIMS മുംബൈയിൽ HR ഉണ്ട്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ഫിനാൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ അവിടെ ആവറേജ് പാക്കേജ് വരുന്ന ഓൾമോസ്റ്റ് ഒരു 26 lakhs ആണ്. പഠിക്കാൻ ഓൾമോസ്റ്റ് ഒരു 26 lakhs വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വരുന്ന ബാക്കി കോളേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ NMIMSന്റെ ബാക്കി 6 ക്യാമ്പസുകൾ, NMIMS നേവി മുംബൈ, ബാംഗ്ലൂർ, അതുപോലെ തന്നെ ഇൻഡോർ, ഹൈദരാബാദ്, ഇങ്ങനെ എല്ലാ ക്യാമ്പസും വരുന്നുണ്ട്. അതുപോലെ ടാപ്മി മണിപ്പാൽ വരുന്നുണ്ട്. XIMB ഭുവനേശ്വറിൻ്റെ HR പ്രോഗ്രാം വരുന്നുണ്ട്. അതുപോലെ KGS ഒമയ്യ, IFMR എന്നീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഈ ഒരു NMIMSന്റെ അടിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. NMIMSൽ നമുക്ക് എത്ര അറ്റംപ്റ്റ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ പക്ഷേ NMIMSന്റെ NMAT-ന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ സ്കോർ മാത്രമേ NMIMS കൺസിഡർ ചെയ്യുള്ളൂ. ബാക്കി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സെക്കൻഡ്, തേർഡ് അറ്റംപ്റ്റിൻ്റെ സ്കോർ കൺസിഡർ ചെയ്യും. പക്ഷേ NMIMS ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ സ്കോർ മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അടുത്തത് നിങ്ങളുടെ ഡ്രീം കോളേജ് സിംബയോസിസ് ആണെങ്കിൽ സ്നാപ്പ് എന്നൊരു എക്സാമാണ് നിങ്ങൾ എഴുതുന്നത്. അപ്പോൾ സ്നാപ്പിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് ഓഗസ്റ്റ് നവംബറിലാണ്. അതുപോലെ എക്സാം വരുന്നത് ഡിസംബറിലാണ്. റിസൾട്ട്സ് വരുന്നത് ജാനുവരിയിലാണ്. അപ്പോൾ സ്നാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നാപ്പിൽ ഇപ്പോൾ 3 അറ്റംപ്റ്റ്സ് ആണ് ഒരു കൊല്ലം വരുന്നത്. അപ്പോൾ ഈ 3 അറ്റംപ്റ്റ്സും നമുക്ക് വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ അതിൻ്റെ ബെസ്റ്റ് സ്കോറാണ് സിംബയോസിസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നമുക്ക് 3 അറ്റംപ്റ്റിൽ ഇപ്പോൾ തേർഡ് അറ്റംപ്റ്റിലാണ് നല്ല സ്കോർ എങ്കിൽ തേർഡ് അറ്റംപ്റ്റിൻ്റെ സ്കോർ ആയിരിക്കും സിംബയോസിസ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സെയിം ആസ് SSC ആണ്. ഇപ്പോൾ SSC ഒക്കെ എഴുതിയവർക്ക് ആ സെയിം പാറ്റേൺ, അതുപോലെ സെയിം ഡിഫിക്കൽട്ടി ലെവലാണ് ഓൾമോസ്റ്റ് സ്നാപ്പിലും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെഷൻസ് എന്ന് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ജനറൽ ഇംഗ്ലീഷ്, അതിനൊരു 15 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ സെക്കൻഡ് സെഷൻ ക്വാണ്ട് ആൻഡ് DI, അതിലൊരു 20 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതുപോലെ അനാലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിങ്, അതിലൊരു 25 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ 60 മിനിറ്റാണ് പരീക്ഷ ഉള്ളത്, 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ ഒരു സിംബയോസിൻ്റെ അടിയിലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് SIBM പൂനെ, ഒരു 98.5% ഉണ്ടെങ്കിൽ നമുക്ക് SIBM പൂനെയിൽ അഡ്മിഷൻ ഇപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞാട്ടാ. അപ്പോൾ ഓൾമോസ്റ്റ് ഈ വർഷം ഒരു 43 to 46 മാർക്സ് ഉണ്ടെങ്കിൽ SIBM പൂനെയുടെ കോൾസ് വരും. അതുപോലെ SCM-HRD, HR ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജ്, ഓൾമോസ്റ്റ് ഒരു 97.5 ആണ് പെർസെൻറ്റേജ് കട്ട് ഓഫ്. അതുപോലെ SIAB സിംബയോസിസ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള കോളേജാണ്, അതിൻ്റെ ഒരു 93% ആയിരുന്നു. പിന്നെ SIBM നാഫിക്, അത് ഓപ്പറേഷൻസ് മാത്രം പ്രിഫർ ചെയ്യുന്ന ഒരു കോളേജാണ്. എഞ്ചിനീയേഴ്സ് മാത്രമേ അവിടെ അഡ്മിഷൻ കിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് ഓൾമോസ്റ്റ് ഒരു 80% ഉണ്ടെങ്കിൽ എഞ്ചിനീയർ ആണെങ്കിൽ അവിടെ കോൾസ് വരുന്നതിൻ്റെ ഓർമ്മ. പിന്നെ SIBM ബാംഗ്ലൂർ 90% കട്ട് ഓഫ്. ഇനിയിപ്പോൾ 58% സ്നാപ്പിലെങ്കിൽ SIBM ഹൈദരാബാദ് എന്നൊരു ഓപ്ഷൻ കൂടി നമുക്കുണ്ട്. ഇനി അടുത്തത് ഈ എക്സാംസ് ഒന്നും വർക്കൗട്ട് ആയില്ല. ക്യാറ്റ്, സ്നാപ്പ്, NMAT ഒന്നും വർക്കൗട്ട് ആയില്ല. ഇപ്പോൾ ചിലർ ക്യാറ്റ് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഡയറക്റ്റ് ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യും. അതാണ് XAT എന്ന് പറഞ്ഞ എക്സാം. അപ്പോൾ ക്യാറ്റ് വർക്കൗട്ട് ആവാത്ത കുറേ വിദ്യാർത്ഥികളൊക്കെ നേരിട്ട് സാറ്റിന് പിറ്റേ ദിവസം കൊണ്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കാം സാറ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ, അതുപോലെ തന്നെ പെർസെൻറ്റേജ് ലെവലൊക്കെ നല്ല രീതിക്ക് കൂടി. അത്രയും കോമ്പറ്റീഷൻ സാറ്റ് എന്ന് പറഞ്ഞ എക്സാമിന് വന്നു. ചിലരൊക്കെ പറയാറുണ്ട് ക്യാറ്റിനേക്കാളും ഡിഫിക്കൽട്ടാണ് സാറ്റ് എന്ന് കൂടി. അപ്പോൾ സാറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ രജിസ്ട്രേഷൻ വരുന്നത് ഓഗസ്റ്റ് ടു ഡിസംബറിലാണ്. എക്സാം വരുന്നത് ജാനുവരിയിലാണ്. ജാനുവരി ഫസ്റ്റ് വീക്കോടുകൂടി എക്സാം വരാറുണ്ട്. അതുപോലെ റിസൾട്ട്സും ജാനുവരിയിൽ തന്നെ വരാറുണ്ട്. അപ്പോൾ സാറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 2 പാർട്ടായിട്ട് ഈ ഒരു എക്സാം ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഫസ്റ്റ് സെഷൻ വെർബൽ ആൻഡ് ലോജിക്കൽ എബിലിറ്റി ആണ്. അതിൽ 26 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് 22 ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വാണ്ട് ആൻഡ് DI 28 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓരോ ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആയതിന് ഓരോ 1+1 മാർക്സ് ആണ്.
തെറ്റി കഴിഞ്ഞാൽ -0.25 മാർക്സ് ആണ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ 8 ക്വസ്റ്റ്യൻ കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യാണ്ട് വിടുകയാണെങ്കിൽ അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് നമ്മൾക്ക് 0.1 മാർക്സ് ഡിഡക്ട് ചെയ്ത് തുടങ്ങി വരും. അപ്പോൾ ഇത്തിരി ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു മാർക്കിംഗ് സ്കീമാണ് സാറ്റിനുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഫസ്റ്റ് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മോക്ക് ഒക്കെ എടുത്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന GK ഉണ്ട്. GK ഒരു 25 ക്വസ്റ്റ്യൻ, അതുപോലെ essay റൈറ്റിംഗ് ഒരു ക്വസ്റ്റ്യൻ, ഒരു essay എഴുതാനുള്ള ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പാർട്ട് വരുന്നത് നമ്മൾ XLRI ജംഷഡ്പൂർ അതുപോലെ XLRI ഡൽഹിക്ക് എലിജിബിൾ ആയാൽ മാത്രമാണ് ഈ സെക്കൻഡ് പാർട്ടിന്റെ 2 ക്വസ്റ്റ്യൻസ് കൺസിഡർ ചെയ്യുള്ളൂ, 2 സെഷൻസ് കൺസിഡർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ആ 2 സെഷൻ വിട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ സാറ്റിന് അടിയിൽ വരുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുകയാണെങ്കിൽ XLRI ജംഷഡ്പൂർ അതുപോലെ തന്നെ XLRI ഡൽഹി. XLRI ജംഷഡ്പൂരിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് ഒരു 40 lakhs ആണ് അതിന്റെ ആവറേജ് ഒക്കെ വരുന്നത്. ടോപ്പ് IIM-ABC ഒപ്പം നമ്മൾക്ക് കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് XLRI അല്ലാണ്ട് ഇതിൽ വരുന്നത് XIMB ഭുവനേശ്വർ, അതുപോലെ IMT, TAPME, GLIM ഗ്രേറ്റ് ലേക്സ്, അതുപോലെ തന്നെ IRMA, ജിംഗോവ, അതുപോലെ IMI ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് സാറ്റ് എന്ന എക്സാമിന്റെ അടിയിൽ വരുന്നത്. അപ്പോൾ കാറ്റ് കഴിഞ്ഞാൽ എല്ലാവരും ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരു എക്സാമാണ് സാറ്റ്. അപ്പോൾ സാറ്റ് ക്രാക്ക് ചെയ്താലും കാറ്റ് ക്രാക്ക് ചെയ്ത ലെവൽ തന്നെ ഉണ്ട്. അപ്പോൾ XLRIയുടെ കട്ട് ഓഫ് വരുന്നത് ഓൾമോസ്റ്റ് 90 to 93 ഒക്കെയാണ് വരുന്നത് ഒരു നോർമൽ കാൻഡിഡേറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫീമെയിൽസിനാണെങ്കിൽ കുറച്ചുകൂടി കുറവായിരിക്കും കട്ട് ഓഫ്. അതുപോലെ റിസർവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എക്സാംസിനില്ല. പക്ഷേ വുമണിന് ഒരു പ്രിഫറൻസ് ഉണ്ട് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട്. പക്ഷേ 93 കട്ട് ഓഫ് എന്ന് പറയുകയാണെങ്കിലും 97, 98 കിട്ടിയവർക്കായാലും XLRIന്ന് കോൾസ് വന്ന് കൺവേർട്ട് ആകാൻ കുറച്ച് ഡിഫിക്കൽട്ടി ഉണ്ടാവാറുണ്ട്. അപ്പോൾ എക്സാം എഴുതാം. അപ്പോൾ ക്രാക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമില്ല. ഇനിയിപ്പോൾ അടുത്ത എക്സാം എന്ന് പറയുകയാണെങ്കിൽ ഇതൊന്നും വർക്കൗട്ട് ആയില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ ടിപ്സ് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ MHRM എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. MHR എന്ന് പറയുമ്പോൾ MA അല്ലേ എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. സെയിം ആസ് MBA ലെവലിലൊരു കോഴ്സാണത്. അപ്പോൾ അത് ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ CUET PG എന്നൊരു എക്സാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷൻ വരുന്നത് December to February ആണ്. അതുപോലെ തന്നെ എക്സാം വരുന്നത് ഓൾമോസ്റ്റ് ഒരു മാർച്ച് ആയിട്ടാണ് എക്സാം വരുന്നത്. ഏപ്രിൽ റിസൾട്ട്സും വരും. അപ്പോൾ ഇക്കൊല്ലം കുട്ടികളുടെ എണ്ണം കുറച്ച് കൂടി ഉണ്ടായി. ഇപ്പോൾ 2-3 വർഷമായിട്ടുള്ള CUET PG തുടങ്ങിയിട്ട്. അപ്പോൾ ഇക്കൊല്ലം ടിസ് ഈ ഒരു സംഭവത്തിൽ വന്ന കാരണം അത്യാവശ്യം കുറേ വിദ്യാർത്ഥികൾ ഒരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു എക്സാമിൽ 105 മിനിറ്റ് ആണുള്ളത്. അതുപോലെ 75 ക്വസ്റ്റ്യൻസും, അതുപോലെ സെഷൻസ് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ട് ഉണ്ട്, LR ഉണ്ട്, DI ഉണ്ട്. ഈ 4 സെഷൻസ് ആണുള്ളത്. അപ്പോൾ കട്ട് ഓഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പുറത്ത് വിട്ടിട്ടില്ല ടിസ്. അപ്പോൾ ഈ കട്ട് ഓഫ് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല ഒരു എക്സാമിൻ്റെ. ഇതുവരെ എഴുതിയ ഒരു എക്സാമും വർക്കൗട്ട് ആയില്ല. കൂടി ടെൻഷനായിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാറ്റും സാറ്റും ഒക്കെ എഴുതാനുള്ള ഒരു മെൻ്റൽ പവർ ഇല്ല. നിങ്ങൾക്ക് അത്രയൊന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 6 LPA, 5 LPA, അതുപോലെ ഒരു 8 LPA നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു എക്സാം ഉണ്ട്, CMAT എന്ന് പറയുന്ന എക്സാം ഉണ്ട്. അപ്പോൾ CMAT എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണിക്കൂറോളം ലെങ്ത്തുള്ള ഒരു എക്സാമാണ്. അത്രത്തോളം ഡിഫിക്കൽട്ടി ഒന്നുമില്ല ബാക്കിയുള്ള എക്സാംസ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ. അപ്പോൾ CMAT രജിസ്ട്രേഷൻ വരുന്നത് മാർച്ച് ഏപ്രിൽ ടൈമിലാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഇക്കൊല്ലം എക്സാം നടന്നത് മെയ്യിലാണ്. അപ്പോൾ നടന്നു കഴിഞ്ഞിട്ടുള്ള എക്സാം May 15 ആയിരുന്നു എക്സാം. അതുപോലെ തന്നെ റിസൾട്ട്സ് വരിക ഒരു മെയ് ലാസ്റ്റ് വീക്കിൽ ചിലപ്പോൾ വരും, അല്ലെങ്കിൽ ജൂൺ ഓടുകൂടി റിസൾട്ട്സ് എന്തായാലും വരും. അപ്പോൾ CMATൻ്റെ ഒരു ചെറിയ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ CMATസിൻ്റെ അടിയിലുള്ള കുറേ കോളേജസിൻ്റെ ഒക്കെ അഡ്മിഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ഇതിൻ്റെ റിസൾട്ട്സ് വരുന്നേക്കാളും. അപ്പോൾ ചിലപ്പോൾ അതൊരു ചെറിയ പണി തന്നേക്കാം. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ഞാൻ പറഞ്ഞ രീതിയിൽ 6 LPA, 5 LPA, 8 LPA സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ CMATന് ഓപ്റ്റ് ചെയ്യാം. നമുക്ക് അധികം സ്ട്രെസ്ഫുൾ അല്ലാത്തൊരു അറ്റ്മോസ്ഫിയറുള്ള ഒരു കോളേജിലൊക്കെ പഠിക്കാം, സ്ട്രെസ്ഫുൾ അല്ലാണ്ട് ഒരു MBA എടുക്കുക. അങ്ങനത്തെ ഒരു ലൈഫാണ് നിങ്ങൾ എയിം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് CMAT യൂസ് ചെയ്യാം. അപ്പോൾ CMATൽ വരുന്നത് ക്വാണ്ട് DI 20 ക്വസ്റ്റ്യൻസ്, LR 20 ക്വസ്റ്റ്യൻ, GA ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻ, ലാംഗ്വേജ് സ്കിൽസ് 20 ക്വസ്റ്റ്യൻ, അതുപോലെ ഇന്നോവേഷൻ ആൻഡ് ഓൺടർപ്രണർഷിപ്പ് 20 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് CMATൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ വരുന്നത്. അതുപോലെ CMATൻ്റെ അടിയിൽ വരുന്ന കോളേജസ് എന്ന് പറയുകയാണെങ്കിൽ JBMSൻ്റെ കട്ട് ഓഫ് വരുന്നത് 99.9 ആണ്. പത്തത്തോളം കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. സിംസ്രിയുടെ കട്ട് ഓഫ് വരുന്നത് ഓൾമോസ്റ്റ് 99% അതുപോലെ KJ സോമയ്യ, അതുപോലെ NIBM പൂനെ, അതുപോലെ IFMR ഈ കോളേജസൊക്കെയാണ് CMATൻ്റെ അടിയിൽ വരുന്ന കോളേജസ്. അടുത്തത് ഇതുവരെ പറഞ്ഞതിൽ വെച്ചിട്ട് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു എക്സാമാണ് മാറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാറ്റ് കൊല്ലത്തിൽ 4 വട്ടമാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. സെപ്റ്റംബറിൽ കണ്ടക്ട് ചെയ്യാറുണ്ട്, അതുപോലെ ഡിസംബറിലുണ്ട്, ഫെബ്രുവരിയിലുണ്ട്, മെയ്യിലുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മെയ് മാറ്റാണ് എടുക്കണമെങ്കിൽ മെയ്യിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ 2 അറ്റംപ്റ്റ് മാറ്റിൽ എഴുതാം. ഒരെണ്ണം പേപ്പർ ബേസ്ഡ് എഴുതാം, ഒരെണ്ണം കമ്പ്യൂട്ടർ ബേസ്ഡ് എഴുതാം, വേണമെങ്കിൽ ഇൻ്റർനെറ്റ് ബേസ് വരെ വീട്ടിലിരുന്നിട്ട് വരെ നമുക്ക് മാറ്റ് അറ്റൻഡ് ചെയ്യാം. അത്രത്തോളം ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്ന ഒരു എക്സാമാണിത്. അതുപോലെ തന്നെ ഓൾമോസ്റ്റ് ഒരു 600+ കോളേജസ് മാറ്റിൻ്റെ സ്കോർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ മാറ്റിൽ വരുന്ന നല്ല കോളേജസ് എന്ന് പറയുകയാണെങ്കിൽ വിംടെക് നോയിഡയിലത്തെ റീറ്റെയിൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് ഉണ്ട്, അത് മാറ്റിൻ്റെ അടിയിൽ വരും. അതുപോലെ ക്രൈസ്റ്റ് ബാംഗ്ലൂർ, എല്ലാവർക്കും അറിയുണ്ടാവും ക്രൈസ്റ്റിനെ പറ്റിയിട്ട്. അതുപോലെ സൈം ബാംഗ്ലൂർ, ജാക്സോം, അമൃത എന്നിങ്ങനെ കോളേജസൊക്കെയാണ് മാറ്റിൻ്റെ അടിയിൽ വരുന്നത്. അടുത്തത് നമ്മളിപ്പോൾ കേരളത്തിലാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ, ഇപ്പോൾ വീട്ടുകാരൊന്നും പുറത്തേക്കൊന്നും വിടുന്നില്ല, കേരളത്തിൽ പഠിച്ചാൽ മതി എന്നൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ KMAT എന്ന് പറഞ്ഞിട്ടൊരു എക്സാം ഉണ്ട്. ഇപ്പോൾ KMAT എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊല്ലത്തിൽ 2 വട്ടമാണ് വരുന്നത്, ഒന്ന് ഫെബ്രുവരിയിൽ അല്ലെങ്കിൽ ഒന്ന് ജൂണിൽ. അപ്പോൾ ഏത് അറ്റംപ്റ്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 hours എക്സാം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാറ്റ് സാറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ KMAT എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് റാങ്ക് വരെ അടിച്ചു വരാം. അപ്പോൾ KMATലും സെയിം എക്സാം പാറ്റേൺ തന്നെയാണ്. ഇംഗ്ലീഷ് ഉണ്ട്, ക്വാണ്ട് ഉണ്ട്, DI ഉണ്ട്, എല്ലാം ഉണ്ട്, GK ഉണ്ട്. അപ്പോൾ KMATൽ ഇപ്പോൾ വരുന്ന കോളേജസിനെ പറ്റി പറയുകയാണെങ്കിൽ ക്യുസാറ്റിൻ്റെ ആവറേജ് വരുന്ന ഓൾമോസ്റ്റ് ഒരു 7-8 ക്യുസാറ്റിൻ്റെ ആവറേജ് വരുന്നുണ്ട്. LPA എൻ്റെ ഓർമ്മ വെച്ച് ശരിയാണെങ്കിൽ. പിന്നെ രാജഗിരി 6-7 LPA വരുന്നുണ്ട്. പിന്നെ CMS, അതുപോലെ തന്നെ ലീഡ്സ്, പാലക്കാട്, ഇങ്ങനെ കുറച്ച് കോളേജസാണ് KMATൻ്റെ അടിയിൽ നല്ല കോളേജ് എന്ന് പറയാനുള്ളത്. മാക്സിമം നമ്മൾ KMAT അല്ലാണ്ട് കുറച്ചുകൂടി ഹയർ ലെവലിലേക്ക് നോക്കുക. അപ്പോൾ നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ പഠിക്കണമെങ്കിൽ മേ ബി ക്യുസാറ്റ് അങ്ങനത്തെ കുറച്ച് കോളേജസൊക്കെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കാം. അടുത്തത് നിങ്ങൾക്ക് ഇന്ത്യക്ക് പുറത്ത് MBA ചെയ്യാൻ ആരുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ കുറച്ച് പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയ ISB ഹൈദരാബാദ്, അതുപോലെ SPJ മുംബൈ എന്നീ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ MBA ചെയ്യാൻ ആരുണ്ടെങ്കിൽ, അതുപോലെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. GMATൻ്റെ പേപ്പർ പാറ്റേൺ എന്ന് പറയുകയാണെങ്കിൽ സെയിം ആസ് NMAT ആണ്. NMATൻ്റെ പോലെ അത് ഈസി ക്വസ്റ്റ്യൻ വരും, അത് ശരിയാക്കിയാണ് മീഡിയം ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു എക്സാം പാറ്റേൺ ആണ് ഇതിന് വരുന്നത്. അതുപോലെ എൻ്റെ സെഷൻസ് വരുന്നത് ക്വാണ്ട് ആൻഡ് റീസണിങ് 23 ക്വസ്റ്റ്യൻസ്, വെർബൽ റീസണിങ് 23 ക്വസ്റ്റ്യൻസ്, ഡാറ്റ ഇൻസൈറ്റ് 20 ക്വസ്റ്റ്യൻസ്, അങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത്. അതുപോലെ 2 hours 50 minutes ആണ് എക്സാമിൻ്റെ ലെങ്ത്ത്. അപ്പോൾ ഈ ISPയും SPJയും അല്ലാണ്ട് IMT, XIMB, ജിംഗോവ, അതുപോലെ IMT, ടാപ്മി എന്നീ കോളേജസും ഈ ഒരു GMATൻ്റെ സ്കോർ കൺസിഡർ ചെയ്യും. അതുപോലെ GMAT കൊല്ലത്ത് നമുക്ക് വേണമെങ്കിൽ 5 വട്ടത്തോളം എക്സാം എഴുതാം, 5 attempts വരെ കൊല്ലത്തിലെടുക്കാം. അതുപോലെ തന്നെ ഏത് ഡേറ്റിനും അതുപോലെ തന്നെ ഏത് സമയത്ത് വേണമെങ്കിലും നമ്മൾക്ക് ഒരു എക്സാം ചൂസ് ചെയ്ത് എഴുതാം. അപ്പോൾ അത്രത്തോളം ഫ്ലെക്സിബിലിറ്റി GMAT നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഇത്തിരി എക്സ്പെൻസീവ് ആണ് GMATൻ്റെ കാര്യം. അപ്പോൾ GMATൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കയ്യിൽ കുറച്ച് ഫണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ GMATും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാണ്ട് വേറെ എക്സാംസ് നമ്മുടെ നാട്ടിലുണ്ട്. ലൈക്ക് MHCET എന്ന് പറഞ്ഞ എക്സാം ഉണ്ട്, മഹാരാഷ്ട്രയുടെ ഒരു എൻട്രൻസ് എക്സാമാണ്. അപ്പോൾ അതിൽ JBIMS, സിൻഫ്രി, വെല്ലിംഗർ, പൂമ്പ അങ്ങനത്തെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. അതുപോലെ SRCC GBO എന്ന് പറഞ്ഞിട്ടുള്ള എക്സാം ഉണ്ട്. KMAT കർണാടകയുടെ ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അപ്പോൾ കർണാടകയുടെ എൻട്രൻസ് എക്സാമിലൊക്കെ നമുക്ക് റാങ്കൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് സ്കോളർഷിപ്പിലൊക്കെ അവിടുത്തെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ പഠിക്കാൻ പറ്റും. അതുപോലെ XIMB ഭുവനേശ്വറിന് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതുപോലെ അമൃതയ്ക്ക് ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. അങ്ങനെ കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഇങ്ങനെ അതിൻ്റേതായ എൻട്രൻസ് എക്സാംസ് ഉണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നോക്കിയാണ് ഇതിലത്തെ മെയിൻ എക്സാംസ്. അപ്പോൾ ഇതൊന്നും ഇത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ നമുക്ക് വേറെയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കിയെന്നാണ്. അപ്പോൾ MBA എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൽ മാത്രം ചുരുങ്ങുന്നൊരു കാര്യമല്ല, വേറെ കുറേ അധികം എൻട്രൻസ് എക്സാംസ് ഉണ്ട്. മാക്സിമം ഏതിലാണ് നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യുക, ലക്ക് വർക്കൗട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഈ എക്സാംസിനൊക്കെ വേറെ ഫീസാണ്. ഓൾമോസ്റ്റ് ഒരു എക്സാമിന് ഒരു 2500 അടുത്ത് ഫീസ് ഒരു ആവറേജ് വരുന്നുണ്ട്. പക്ഷേ NMAT അതുപോലെ സ്നാപ്പ് എന്ന് പറഞ്ഞ എക്സാംസ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അപ്പോൾ സ്നാപ്പൊക്കെ എല്ലാ ഇതും ചെയ്യുകയാണെങ്കിൽ, എല്ലാ കോളേജസ് അതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ 10,000 അടുത്തൊക്കെ വരാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. ഒരു എക്സാമിന് ഒരു കോളേജിന് എത്ര വരാറുണ്ട്, അതുപോലെ തന്നെ ഒരു എക്സാംസിന് എത്രത്തോളം ഫീസ് വരാറുണ്ടെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാൻ നോക്കാം. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ എക്സാംസിൻ്റെ പേരും അതുപോലെ തന്നെ ഫീസൊക്കെ ഞാൻ അതിൽ കൊടുക്കാം. അടുത്ത് നമുക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് എവിടെ നിന്ന് പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഓഫ്ലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യാം. രണ്ടും അത്യാവശ്യം എക്സ്പെൻസീവ് തന്നെയാണ്. അപ്പോൾ ഓഫ്ലൈൻ പ്രിപ്പറേഷൻ നോക്കുമ്പോൾ നമുക്ക് ടൈം എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് ടൈം. അതുപോലെ IMS എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതും അത്യാവശ്യം എല്ലായിടത്തും അവൈലബിൾ ആണ്. പിന്നെ കരിയർ ലോഞ്ചർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ 3 ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് എൻ്റെ അറിവിൽ കേരളത്തിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ്ലൈനിൽ. വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പം എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ പ്രൈവറ്റ് ആയിട്ടും കുറേ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇങ്ങനെയുണ്ട്, MBAക്ക് വേണ്ടി കോച്ചിങ് കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പോൾ അവരുടെ റിസൾട്ട്സ് ഒക്കെ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവിടെയായാലും ചേർന്നുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്. അതുപോലെ തന്നെ മോക്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരാനാവും ഏറ്റവും നല്ലത്. അതുപോലെ ഓൺലൈനായിട്ടാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. നിങ്ങളിപ്പോൾ ജോലിയുടെ ഇടയിലാണല്ല, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ ടൈം IMSും കരിയർ ലോഞ്ചറൊക്കെ ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ കൂടാതെ കാറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ കാറ്റിംഗ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കോച്ചിങ് സെൻ്ററാണ് കാറ്റിംഗ്. അവരുടെ ഇൻ്റർഫേസ് ഒക്കെ അത്രയും നല്ലതാണ്. ഇപ്പോൾ കുറച്ച് കാലമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ
അവരുടെ ഇൻ്റർഫേസ് നമുക്ക് പഠിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ഇൻ്റർഫേസാണ് അവരുടെ. ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ നന്നായിരിക്കും. അതുപോലെ ക്രാക്യു എൻ്റെ അഭിപ്രായത്തിൽ ക്രാക്യു ക്യാറ്റ് അല്ലാണ്ട് അതർ മാനേജ്മെൻറ്റ് എക്സാംസ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ സാറ്റ് ആയിക്കോട്ടെ, എൻമാറ്റ്, സ്നാപ്പ്, അങ്ങനത്തെ എക്സാംസാണ് ക്രാക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ക്രാക്ക് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ എലൈറ്റ്സ് ഗ്രിഡ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റിസൾട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോച്ചിങ് സെൻ്ററാണ്. അതുപോലെ ബൈജൂസ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ക്യാറ്റിൻ്റെ പേരിൽ ഉയർന്നു വന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബൈജൂസ്. അപ്പോൾ ബൈജൂസ് ചെക്കൗട്ട് ചെയ്യാം. പിന്നെ ഐക്കോണ്ട് ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ അൺഅക്കാഡമിയും ചെക്കൗട്ട് ചെയ്യാം. അൺഅക്കാഡമി കുറച്ച് കൊല്ലങ്ങളായിട്ട് വളർന്നു വരുന്നൊരു സംഭവം തന്നെയാണ് അൺഅക്കാഡമി. ക്യാറ്റിൻ്റെ പേരിൽ അത്യാവശ്യം നല്ല റിസൾട്ട്സ് പുറത്തു വിടുന്നുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാറ്റിങ് അതുപോലെ അൺഅക്കാഡമിയുടെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ക്ലാസ്സൊക്കെ ഹിന്ദിയിലാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഈ ബുദ്ധിമുട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ കുറച്ച് പിള്ളേരോട് സംസാരിച്ചപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഒരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പക്ഷേ ക്ലാസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഇതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ എല്ലാ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെയും ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ ശ്രമിക്കാം. നിങ്ങൾ അതും ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ സൂട്ടബിളായി തോന്നുന്നത്, നിങ്ങൾക്ക് ഏതാണ് കുറച്ചുകൂടി ഫ്ലെക്സിബിളായിട്ട് തോന്നുന്നത്, ഇപ്പോൾ പഠിക്കാൻ ഏതാണ് തോന്നുന്നത്, ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചേരാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ആ കോച്ചിങ് സെൻറ്ററിൽ ചേരാൻ ശ്രമിക്കുക. അത്യാവശ്യം ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണ് പ്രിഫർ ചെയ്യുന്നത് അവിടെ ചേരാം. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് യൂട്യൂബ് ചാനൽസ്, MBA റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനൽസും പരിചയപ്പെടുത്തി തരാം. ഈ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യണവരൊക്കെ കൂടുതലും ഈ യൂട്യൂബ് ചാനൽസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മോക്സും അവർ പർച്ചേസ് ചെയ്യും, 1-2 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒക്കെ, എന്നിട്ടാണ് പ്രിപ്പയർ ചെയ്യാറുള്ളത്. അപ്പോൾ കുറച്ച് യൂട്യൂബ് ചാനൽസ്, MBA റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് യൂട്യൂബ് ചാനൽസ്, അതിൻ്റെ ലിങ്ക്സും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ അതിനെ പ്രിഫർ ചെയ്യാം ശ്വേത അറോറ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ്. പുള്ളിക്കാരി IIM അഹമ്മദാബാദ് അലുമിനിയാണ്. അതുപോലെ തന്നെ പുള്ളിക്കാരുടെ യൂട്യൂബ് ചാനലിൽ നമുക്ക് MBA മാത്രമല്ല, നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമുക്ക് ഇപ്പോൾ വർക്കിംഗ് പ്രൊഫഷണലാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളൊരു രീതിയിലുള്ള യൂട്യൂബ് ചാനലാണ്. അത്യാവശ്യം നല്ല നോളേജ് നമുക്ക് തരുന്ന യൂട്യൂബ് ചാനലാണ്. അതുപോലെ മോട്ടിവേഷനും നല്ല രീതിക്ക് പുള്ളിക്കാരെ നമുക്ക് തരാറുണ്ട്. അപ്പോൾ ശ്വേത അറോറ എന്നൊരു യൂട്യൂബ് ചാനൽ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യാം. അതുപോലെ കാറ്റിൻ്റെ യൂട്യൂബ് ചാനൽ, MBAയുടെ പുതിയ ന്യൂസുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന യൂട്യൂബ് ചാനലാണ് കാറ്റിങ്ങിൻ്റേത്. ഞാൻ ഇടയ്ക്ക് റെഫർ ചെയ്യാറുണ്ട് കാറ്റിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇൻഫർമേഷൻസ് ഒക്കെ പുള്ളിക്കാരൻ തരാറുണ്ട്. അത്യാവശ്യം മോട്ടിവേഷൻ പുള്ളിക്കാരൻ തരാറുണ്ട്. അതുപോലെ MBA C2C എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. പുള്ളിക്കാരൻ അത്യാവശ്യം ഫ്രാങ്ക് ആണ്. പുള്ളിക്കാരൻ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട രീതിയിൽ തന്നെ പറയാറുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാം. അടുത്തത് റോദ. നമുക്ക് കോണ്ടിൻ്റെ ബേസിക്സ് ആണ് അറിയേണ്ടതെങ്കിൽ, കോണ്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ റോദയുടെ യൂട്യൂബ് ചാനൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പോൾ റോദയിൽ നമ്മൾക്ക് കോണ്ട് അത്രയും പക്ക നല്ല രീതിക്കാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. ഒരു 362 വീഡിയോസ് തന്നെ പ്ലേലിസ്റ്റ് പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ആ പ്ലേലിസ്റ്റ് കേട്ട് കഴിഞ്ഞാൽ കോണ്ടിൻ്റെ ഫുൾ ബേസിക്സ് നമ്മൾ പഠിച്ചു പോകാൻ അർത്ഥം. അത്രത്തോളം നല്ല രീതിക്കാണ് പുള്ളിക്കാരൻ ആ ഒരു പ്ലേലിസ്റ്റ് നമുക്ക് പറഞ്ഞിരുന്നത്. അടുത്തത് എലൈറ്റ്സ് ഗ്രിഡിൻ്റെ DALRൻ്റെ പ്ലേലിസ്റ്റുകളുണ്ട്. ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ, ലോജിക്കൽ റീസണിൻ്റെ പ്ലേലിസ്റ്റ് ഉണ്ട്. അതും പക്കയാണ്. അത്രത്തോളം നല്ലൊരു പ്ലേലിസ്റ്റാണത്. അതുപോലെ MBA പാഠശാല നമ്മൾക്ക് എല്ലാതും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ DLR ഉണ്ട്, ക്വാണ്ട് ഉണ്ട്, എല്ലാതും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവരുടെയും അത്യാവശ്യം നല്ല യൂട്യൂബ് ചാനലാണ്. അതുപോലെ സ്റ്റഡി ബസ് എന്നൊരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പോൾ നമുക്ക് ഫോംസ് ഒക്കെ ഔട്ടാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് മറ്റേ കോളേജ് രജിസ്ട്രേഷൻ്റെ അവസാന ഡേറ്റുകൾ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റഡി ബസ് എന്ന യൂട്യൂബ് ചാനൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ഒക്കെ. പിന്നെ ക്രാക്യു ഞാൻ പറഞ്ഞ പോലെ തന്നെ OMETS, അതർ മാനേജ്മെൻറ്റ് എക്സാംസിൻ്റെ ഒക്കെ പ്രിപ്പറേഷൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്രാക്യു ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻസൈഡ് IIM, നമ്മൾ MBA മീൻസ് ഇപ്പോൾ ഒരു കോളേജിൽ കൺവേർട്ട് ആയതിനു ശേഷം എങ്ങനെയായിരിക്കും നമ്മുടെ MBA ലൈഫ്, അതൊക്കെ നമുക്ക് ഇൻസൈഡ് IIM എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ അതിന് ഇൻഫർമേഷൻസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അലുമിനീസിൻ്റെ ടോക്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ആ യൂട്യൂബ് ചാനലുണ്ട്. അതുപോലെ 99% ക്ലബ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അൺഅക്കാഡമിയുടെയാണ്. അവരുടെയും നമുക്ക് അത്യാവശ്യം ടോപ്പേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ കുറച്ച് കോൺവെർസേഷൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ അതിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം മോട്ടിവേഷൻ തരുന്ന ചാനൽസാണ് എല്ലാതും. അപ്പോൾ മാക്സിമം എല്ലാ ചാനൽസും ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാത്തിനും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ അതിൽ നിന്ന് ചൂസ് ചെയ്തെടുത്തിട്ട് കാണാൻ ശ്രമിക്കുക. ആ ഒരു ലിസ്റ്റിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു യൂട്യൂബ് ചാനൽ കൂടി ഉണ്ട്. ഓപ്പൺ ഗ്രാഡ് മലയാളം എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. ഒരു മലയാളം യൂട്യൂബറാണ് പുള്ളിക്കാരൻ. IIM ഇൻഡോർ അലുമിനിയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പുള്ളിക്കാരൻ്റെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു കണ്ടൻറ്റാണ്. പുള്ളിക്കാരൻ്റെയും യൂട്യൂബ് ചാനൽ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഒരു ഫ്രഷറാണ്, നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, നമ്മുടെ പ്രൊഫൈലിൽ ഒന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയാണെങ്കിൽ, ഇപ്പോൾ ഫ്രീ ടൈം ഒക്കെ കിട്ടുകയാണെങ്കിൽ ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സുകളൊക്കെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മളിപ്പോൾ കാറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ ഇടയിൽ നമുക്ക് എന്തായാലും ഓഫ്ലൈനായിട്ട് പോയി ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓൺലൈനായിട്ട് കുറച്ച് ആപ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ യൂഡമി എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അതുപോലെ കോഴ്സറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്. അതുപോലെ ഇന്ത്യൻ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന സ്വയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ഈ ആപ്സിലൊക്കെ നമുക്ക് സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ അവൈലബിൾ ആണ്.
അപ്പോൾ ഈ ആപ്സ് ഒക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക്സ് ഒക്കെ കൊടുക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യുക. മാക്സിമം കുറച്ച് സർട്ടിഫിക്കേഷൻ, ഇപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു ആ സർട്ടിഫിക്കേഷനൊക്കെ ഈ ആപ്സ് നോക്കി എടുക്കാൻ ശ്രമിക്കാം. അപ്പോൾ കുറേ ഇങ്ങനെ ചക്കൂട്ടം പോലെ സർട്ടിഫിക്കേഷൻ മേടിച്ചിട്ട് കാര്യമില്ല. ആവശ്യമുള്ള സർട്ടിഫിക്കേഷൻ മാത്രം, അനാവശ്യമായിട്ട് ഒന്നും ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുള്ളൂ. ആവശ്യമുള്ള മേ ബി ഒരു 3-4 സർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്താൽ ഒന്നായിരിക്കും. 2024 ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പ്രൊജക്ട് മാനേജ്മെൻറ്റ്, കോഡിംഗ്, ഫോട്ടോഷോപ്പ്, SEO or Google Analytics, Facebook ads, web development, copywriting, public speaking, Excel knowledge, UI UX designing, social media marketing, app development, Power BI, Tableau. ഇങ്ങനെ കുറച്ച് സ്കിൽസൊക്കെ ഇപ്പോൾ ഇൻ ഡിമാൻഡ് ആയിട്ടുള്ള സ്കിൽസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ മാക്സിമം കുറച്ചെങ്കിലും നോളജ് അക്വയർ ചെയ്യാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് എക്സലിലൊക്കെ നമ്മൾക്ക് MBAക്ക് ശേഷം ഭയങ്കര ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ടൈമൊക്കെ കിട്ടുമ്പോൾ ഈ സ്കിൽസൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ AI, ChatGPT എങ്ങനെ യൂസ് ചെയ്യണം, അതുപോലെ ബാക്കിയുള്ള AI ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കുറച്ച് സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആയിരിക്കും വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പോൾ ഈ സ്കിൽസൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സ്കിൽസൊക്കെ ഡെവലപ്പ് ചെയ്തെടുത്താലാണ് MBAക്ക് ശേഷം ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര തന്നെയുള്ള വീഡിയോ. കുറച്ചധികം കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ തന്നെ വീഡിയോ ഭയങ്കര ലെങ്തി ആയി. അപ്പോൾ നമ്മളിപ്പോൾ CAT-ൻ്റെ ഒരു ലെവൽ വരെ എത്തിയുള്ളൂ. CAT എക്സാം എഴുതിയ ലെവൽ വരെ എത്തിയിട്ടുള്ളൂ. കഴിഞ്ഞിട്ട് വലിയൊരു സ്റ്റോറി ഇനിയുണ്ട്. ലൈക്ക് പേഴ്സണൽ ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, അതുപോലെ തന്നെ ഏതൊക്കെ സ്കൂൾ സെലക്ട് ചെയ്യണം, അവരൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ള വലിയ സ്റ്റോറി ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, നമുക്ക് ചെയ്യാൻ ശ്രമിക്കാം വീഡിയോസ് അത് റിലേറ്റഡ് ആയിട്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ MBAനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ MBAനെ പറ്റി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, എക്സാംസിന് വേണ്ടിയിട്ടായാലും. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോ കാണാം. ബൈ.